ലോകത്ത് ഏത് കാര്യത്തിനും രണ്ട് വശമുണ്ട്. ഏത് നല്ല കാര്യവും നമുക്ക് വളരെ മോശമായി ഉപയോഗിക്കാം. അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്നത് പോലെ നമുക്ക് വളരെ ഗുണകരമായ കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്കും നമുക്ക് സ്വയം തന്നെയും ദോഷകരമായ രീതിയിൽ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും. കടം അഥവാ വായ്പയുടെ കാര്യം ഇതുപോലെ തന്നെ. കടം നമുക്ക് നിത്യജീവിതത്തിൽ വ്യക്തിപരമായും നമ്മുടെ സംസ്ഥാനമായാലും രാജ്യമായാലും എല്ലാം വളരെ പ്രയോജനപ്രദമായ രീതിയിൽ നമുക്ക് കടത്തെ വിനിയോഗിക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഈ കടമെന്ന് കേട്ടാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ കടമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ കടത്തെപ്പറ്റി അദ്ദേഹത്തിന് അങ്ങനെ വലിയ ഉത്കണ്ഠയൊന്നും പ്രകടിപ്പിച്ച് കണ്ടിട്ടില്ല. കേരളം കടക്കണിയിൽ മുങ്ങിക്കിടക്കുകയാണ്, ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം പ്രയോഗങ്ങളാണ്. ഇന്ന് വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സ്ഥിതി? പ്രതിപക്ഷ നേതാവ് പറയുന്നത് 6 ലക്ഷം കോടിയോളം കടമുണ്ട് കേരളത്തിന്, ആകെ പ്രശ്നമാണ്, ഇവിടെ ഒന്നും നടക്കുന്നില്ല, നേരത്തെ പറഞ്ഞതുപോലെ പൂച്ച പറ്റി കിടക്കുകയാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ വാസ്തവം എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന ഏജൻസികൾ, നീതി ആയോഗ് അടക്കം, അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, റിസർവ് ബാങ്ക്, ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഒന്നും മാത്രം പറയാൻ കഴിയില്ല, ഇതെല്ലാം സ്വതന്ത്ര അധികാരമുള്ള സ്ഥാപനങ്ങളാണ്. ഇവരുടെ എല്ലാം റിപ്പോർട്ടുകളിൽ കേരളത്തിൻ്റെ കടത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാനങ്ങളുടെ കടബാധ്യതയെപ്പറ്റി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിൽ കേരളം 17ാം സ്ഥാനത്ത് മാത്രമാണ്. അതായത് കേരളത്തെക്കാൾ കടം ബാധ്യതയുള്ള 16 സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ വേറെയുണ്ട്. എന്ന് മാത്രമല്ല, ഏറ്റവും പുതിയ സംസ്ഥാന GDPയും കേരളത്തിൻ്റെ കടവും തമ്മിൽ അനുപാതമെടുത്താൽ കേരളത്തിൻ്റെ കടം 36%. ഇതിനേക്കാളും കൂടുതൽ കടമുള്ള നേരത്തെ പറഞ്ഞതുപോലെ 16 സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്ഥിതിയോ? ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ GDPയും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര വരുമാനവും കടബാധ്യതയും തമ്മിലുള്ള അനുപാതം 56%. 214 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ മൊത്തം കടം. എന്ന് മാത്രമല്ല, 2030 ആകുമ്പോഴേക്കും കേരളത്തിൻ്റെ GDPയും കടവും തമ്മിലുള്ള അനുപാതം 27% കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. നമ്മുടെ കേന്ദ്ര സർക്കാരാവട്ടെ അത് 50% കുറയ്ക്കുക. അതായത് കേന്ദ്രത്തിൻ്റെ കടബാധ്യതയുടെ പകുതി മാത്രമേ കേരളത്തിന് ഉള്ളൂ. ഇതാണ് അവസ്ഥ. അപ്പോൾ എന്ന് മാത്രമല്ല, ഇവർ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഖജനാവ് നിറയ്ക്കുമെന്നാണ്. ഇവർ നേരത്തെ കൈകാര്യം ചെയ്ത സ്ഥിതിയൊക്കെ നമുക്കറിയാം. യഥാർത്ഥത്തിൽ മുമ്പ് UDF സർക്കാർ വരുമ്പോൾ എല്ലാം 5 വർഷം കൊണ്ട് കേരളത്തിൻ്റെ കടബാധ്യത ഇരട്ടിയാവുന്ന ഒരു സ്ഥിതിയായിരുന്നു. അത് മാറി. എന്നുവെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിൻ്റെ കടം 75,000 കോടി രൂപയായിരുന്നു. ഇത് ഇരട്ടിച്ച് വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ സതീശൻ പറയുന്ന കണക്കനുസരിച്ച് 6 ലക്ഷം കോടിയാവേണ്ടത്. പക്ഷേ കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരികളും പ്രളയം എല്ലാം വന്നിട്ട് പോലും കേരളത്തിൻ്റെ മൊത്തം കടം ഇപ്പോൾ 4.6 ലക്ഷം കോടി മാത്രമാണ്. 6 ലക്ഷം കോടിയിലെ മുൻകാലത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 6 ലക്ഷം കോടിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. അത് കുറച്ച് ഫലപ്രദമായ നടപടികൾ വഴിയും വരുമാനം കൂട്ടിയും അതേസമയം ചെലവുകളുടെ കാര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനായാലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നിക്ഷേപങ്ങളായാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായാലും മറ്റ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന് ഫണ്ട് കൊടുക്കുന്നതായാലും അല്ലാതെ ഏത് രീതിയിലുള്ള ചെലവും വെട്ടിക്കുറയ്ക്കാതെയാണ് നമ്മുടെ കടവും ആഭ്യന്തര മൊത്ത വരുമാനം തമ്മിലുള്ള അനുപാതം കുറച്ചുകൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നത്. എന്ന് മാത്രമല്ല, സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെയും മറ്റും കാര്യത്തിൽ കേരളം വളരെ മെച്ചപ്പെട്ട സ്ഥിതിയിലാണെന്ന് റിസർവ് ബാങ്ക്. സംസ്ഥാനത്തിൻ്റെ മൊത്തം ആഭ്യന്തര വരുമാനം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇരട്ടിയായി. അത് റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടാണ്, ഇത് വേറെ ആരും പറയുന്നതല്ല. റിസർവ് ബാങ്കിൻ്റെ ആധികാരികമായ റിപ്പോർട്ടിലാണ് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വരുമാനം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇരട്ടിയായിരുന്നു. അപ്പോൾ ഇത് ഇത്തരം എല്ലാ ആധികാരിക ഏജൻസികളുടെയും പഠനങ്ങൾ. എന്ന് മാത്രമല്ല, നോബൽ സമ്മാന ജേതാവായ അമർത്യാസൻ എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? കേരളത്തെ ഉയർന്ന വരുമാനമുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞെന്നാണ്. വളരെ താഴ്ന്ന വരുമാനമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ തന്നെ കേരളത്തെ ഉയർന്ന വരുമാനമുള്ള, അപ്പോൾ യൂറോപ്പിലെ ചില ഇടത്തരം ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളുടെ ഗണത്തിലേക്ക് കേരളം നീങ്ങുകയാണ്. ഈ അവസ്ഥയിലാണ് പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ സാമ്പത്തിക മാനേജ്മെൻറ്റിനെയും ഖജനാവിനെയും നിരന്തരം പരിഹസിക്കുന്നത്. ഇത് കേരളത്തിൽ നിക്ഷേപത്തിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അടക്കമുള്ള നിക്ഷേപ സൂചികകളിലും എല്ലാം കേരളം മുന്നിലാണ്. ലക്ഷക്കണക്കിന് പുതിയ സംരംഭങ്ങളാണ് കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ നിക്ഷേപകരുടെ കേരളത്തോടുള്ള നിക്ഷേപകരുടെ വിശ്വാസവും എല്ലാം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരം നട്ടാൽ കുരുക്കാത്ത നുണ അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് കൊഴുപ്പൂട്ടാൻ വേണ്ടിയായാലും ഇത്തരം ഒരു നുണകൾ സംസ്ഥാനത്തിനെതിരെ പ്രചരിപ്പിക്കുന്നത് ആരായാലും അത് ഉചിതമായ നടപടിയല്ല എന്ന് മാത്രം പറഞ്ഞു വയ്ക്കുന്നു.